നമസ്കാരം. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോമ്പ് ശാസ്ത്രീയമായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഈ ശാസ്ത്രീയമായിട്ട് എന്ന് പറയുന്നത് ആത്മീയമായ തലത്തിലുള്ളതല്ല. അതുകൊണ്ട് ആത്മീയമായിട്ട് പല അവകാശവാദങ്ങളും ഉണ്ട്. മാത്രമല്ല മാനസികമായിട്ടും ആത്മീയമായിട്ടും വളരെ കൂടുതൽ ലാഭം ഉണ്ടാവും എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും എൻ്റെ ഈ വീഡിയോ ആ കാര്യം തീരെ പരിഗണിക്കുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ ശാസ്ത്രീയമായി ഇന്ന് വരെയുള്ള മനുഷ്യൻ്റെ ശാസ്ത്രീയമായ അറിവ് വെച്ച് നോമ്പ് എത്ര കണ്ട് ഉപകാരപ്രദമാണ്. ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് നിലവിലിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ കഴിയും, അത് ഇല്ലാതാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഒരിക്കലും മാറാത്ത അല്ലെങ്കിൽ ഒരിക്കലും കൊണ്ടു നടക്കാൻ കഴിയുന്ന രോഗങ്ങളുമായിട്ട് മരുന്നോ അല്ലെങ്കിൽ ചികിത്സ നടത്തിക്കൊണ്ടേയിരിക്കുന്ന പല രോഗങ്ങളും ഈ ഒരു മാസത്തെ നിങ്ങളുടെ ശാസ്ത്രീയമായ നോമ്പ് വഴി എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്ന് സൂചിപ്പിക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ 613 മുതൽ 647 നമ്മൾ ആപേക്ഷിക സിദ്ധാന്തത്തെക്കുറിച്ചിട്ടും അതിൻ്റെ സാമൂഹ്യ തലത്തെക്കുറിച്ചിട്ടുമാണ് പറഞ്ഞത്. അതിൽ നമ്മൾ വിദ്യാഭ്യാസം, കൃഷി, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയം മുതലായ കാര്യങ്ങളൊക്കെ അതിൽ വിശകലനം ചെയ്യുകയുണ്ടായി. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോമ്പിനെ കുറിച്ചിട്ടാണ്. നോമ്പിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തു, 648 അത് ചന്ദ്രമാസ നിർണയത്തെക്കുറിച്ചിട്ട്. ചന്ദ്രമാസ നിർണയത്തെക്കുറിച്ചിട്ടും നമ്മൾ ശാസ്ത്രീയമായ ഇന്നത്തെ മനുഷ്യൻ്റെ അറിവ് വെച്ച് എത്രത്തോളം കൃത്യവും കണിശവും ഭൗമഗോളത്തിനും സൗരയൂഥത്തിനും പ്രപഞ്ചത്തിനൊന്നായിട്ടും ഉള്ള ഒരു സമയനിർണയ പട്ടികയാണ് യഥാർത്ഥത്തിൽ ചന്ദ്രമാസമെന്നും അത് നിർണയിക്കുന്നതിൻ്റെ അപാകത ഈ ശാസ്ത്രീയ യുഗത്തിൽ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അത് ഒരിക്കലും ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഇപ്പം നിലവിലിരിക്കുന്ന പരമ്പരാഗതമായ നിർണയ രീതി പൂർണ്ണമായിട്ടും അവഗണിക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ അല്ല. അത് എപ്പോൾ അവർക്ക് അത് നിർണയിക്കുന്ന ആൾക്കാർക്ക് എപ്പോൾ ബോധ്യമാവുമ്പോൾ അപ്പോൾ മാറിയാൽ മതി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതല്ലാതെ പുറമെ നിന്നുള്ള ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ പുറമെ നിന്നുള്ള ഒരു ഡയറക്ഷൻ അനുസരിച്ചോ മാറേണ്ടതല്ലത്. അത് സമൂഹത്തിലെ നമ്മളെ പുരോഹിത വർഗത്തിന് ബോധ്യമുള്ളപ്പോൾ അവർ ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ട് ബോധ്യമാവുമ്പോൾ മാത്രമേ അങ്ങനെ മാറാൻ പാടുള്ളൂ. അല്ലാതെ ഇത് ആകെ കുഴപ്പമുണ്ടാക്കി മറ്റുള്ളവരെ ഒക്കെ തെറ്റാണ്, അതൊക്കെ ശരിയല്ല എന്ന്, അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞ് അവരെ പുച്ഛിക്കാനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ അല്ലെങ്കിൽ അതിനെ മറികടക്കാനോ അല്ല. അത് നിലവിലുള്ള രീതിയിൽ തന്നെ പോയാൽ മതി. ഞാൻ അതിനു വേണ്ടിയിട്ടല്ല ഈ ചന്ദ്രമാസ നിർണയത്തിൻ്റെ ശാസ്ത്രീയ വശം പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഈ നോമ്പ് എന്ന രീതി. അത് നോമ്പ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്
ഉപവാസം അല്ലെങ്കിൽ ഭക്ഷണ നിരാസം എന്നതുകൊണ്ട് എങ്ങനെ ശാസ്ത്രീയമായി നമ്മളെ കൂടുതൽ ആരോഗ്യപ്രദമായ ജീവിതത്തിലേക്ക്, ആരോഗ്യ പുനഃസ്ഥാപനത്തിലേക്ക് എത്താൻ കഴിയും എന്നതിനെ കുറിച്ചിട്ട് മാത്രമാണ്. അതായത് ഇതിൽ അതല്ലാതെ ഇതിൻ്റെ ആത്മീയമായ തലത്തിലോ മതപരമായ തലത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ മതപരമായി അതിന് ലഭ്യമാകുന്ന ലാഭത്തെക്കുറിച്ചിട്ടോ അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും നിലവിലുള്ള ശാസ്ത്ര നിഗമനങ്ങളും ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും ഇന്ന് വരെ മനുഷ്യൻ കണ്ടെത്തിയ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇന്നത്തെ ചില ആൾക്കാർക്കൊക്കെ തോന്നലുണ്ട് ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണ നിരാസം എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടം ഉണ്ടാക്കും. അതൊക്കെ ഈ അലോപ്പതിക്കാരുടെ അല്ലെങ്കിൽ ഈ കേവല യുക്തിവാദികളുടെയും ഒക്കെ ഒരു തോന്നൽ മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് കൂടുതൽ പ്രത്യേകിച്ചും ഈ അലോപ്പതിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചികിത്സാ സമ്പ്രദായം നിലവിലുള്ളിടത്തോളം കാലം ചികിത്സകന്മാരെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾ കൂടുക എന്നുള്ളത് അത്യാവശ്യമാണ്. കാരണം അവർക്ക് ജീവിക്കണ്ടേ. അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ തന്നെ പലപ്പോഴും രോഗത്തെ പ്രോത്സാഹിപ്പിക്കാനും രോഗം ഉണ്ടാക്കാനും രോഗം നിലനിർത്താനും ചികിത്സ റാമ്പൻ്റായിട്ട് ചികിത്സ കാര്യമായിട്ട് നടക്കാനും വേണ്ടി. കാരണം ചികിത്സ നടന്നാലേ അവർക്ക് കാശ് കിട്ടുള്ളൂ. അവർക്ക് ഈ ജീവൻ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? അവർക്ക് മറ്റുള്ളവരുടെ കീശയിൽ നിന്ന് കാശ് കിട്ടണമെങ്കിൽ അവർക്ക് പൈസ ഉണ്ടാവണം, അവർക്ക് രോഗം ഉണ്ടാവണം. നേരെ മറിച്ച് നമ്മൾ ആ രീതിയിലല്ല പറയണത്. ഇന്ന് വരെ നമ്മൾ മനസ്സിലാക്കിയ ജീവശാസ്ത്ര പഠനങ്ങൾ ആകെയുള്ള ശാസ്ത്രത്തിൻ്റെ നിഗമനം വെച്ചിട്ട് ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ ഈ ആരോഗ്യ പുനഃസ്ഥാപനത്തിന് ഏറ്റവും ആവശ്യമായത് എന്താണെന്ന് വെച്ചാൽ അത് ശരീരത്തിന് ഒഴിവ് കൊടുക്കുക എന്നുള്ളത്. ശരീരം സ്വയം സെൽഫ് റിപ്പയറിങ്, സെൽഫ് ഹീലിങ്, സെൽഫ് അഡാപ്റ്റേഷൻ ഒക്കെ കഴിവുള്ള ഒരു വസ്തുവാണ് ജീവൻ എന്ന് പറയുന്ന വസ്തു തന്നെ. എല്ലാ ജീവനും ആ ഗുണമുണ്ട്. അത് മനുഷ്യനുണ്ട്, എലിക്കുമുണ്ട്, പൂച്ചക്കുണ്ട്, നായക്കുണ്ട്, മറ്റെല്ലാ ജീവികൾക്കും ഈ സെൽഫ് ഹീലിംഗ്, സെൽഫ് റിപ്പയറിങ്, സെൽഫ് ഇവോൾവിങ് എന്നുള്ളത് ഈ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫാസ്റ്റിംഗ് എന്നത് ആധുനിക വൈദ്യത്തിൽ, ആധുനിക ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഫലപ്രദമായ ഒരു മേഖലയാണെന്ന് മെല്ലെ മെല്ലെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മെല്ലെ മെല്ലെ അത് വെളിവായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ ലക്ഷണമാണ് 2016 ഈ ജാപ്പനീസ് ശാസ്ത്രജ്ഞന് കിട്ടിയ ഓട്ടോഫാഗി എന്ന തലക്കെട്ടിൽ അദ്ദേഹം എന്നതാണ് പ്രസൻറ്റ് ചെയ്തത്. അതനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടിയ നൊബേൽ പ്രൈസ്. ഓട്ടോഫാഗി എന്ന് പറഞ്ഞാൽ എന്തുള്ളൂ? സ്വയം തീറ്റ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ, ഫാഗി എന്ന് പറഞ്ഞാൽ തീറ്റ. അപ്പോൾ ഈ ഓട്ടോഫാഗി എന്ന് പറയും. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഹാരം അങ്ങോട്ട് കൊടുക്കാതിരുന്നാൽ അകത്ത് ലഭ്യമായ വസ്തുക്കൾ വെച്ചിട്ട്, പ്രത്യേകിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ഫാറ്റ് അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെയുള്ള അത് വെച്ചിട്ട് തന്നെ അവർ സ്വയം നിലനിൽക്കാൻ നോക്കും, സ്വയം ജീവൻ നിലനിർത്തുവാൻ നോക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സുഖം എന്താ വെച്ചാൽ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും പിന്നെ അത് ഡൈജസ്റ്റ് ചെയ്യാനും പിന്നെ രക്തത്തിൽ കലർത്താനും എല്ലായിടത്തും എത്തിക്കാനുള്ള ജോലി അതിനില്ലാതാവും. അതിനു വേണ്ടിയുള്ള എനർജി അതിന് ലാഭിക്കാൻ കഴിയും.
ഇത് ലാഭിക്കുമ്പോൾ ഈ എനർജി ബാക്കിയുള്ള നമുക്ക് ലാഭിച്ച് കിട്ടിയ എനർജി, അതായത് ദഹനപ്രക്രിയക്കായിട്ട് ദഹന പ്ലാന്റ് ദഹന വ്യവസ്ഥ നിലനിർത്താനായിട്ട് ഉപയോഗിച്ച ആ എനർജി മുഴുവൻ ലാഭിക്കുന്നതോടുകൂടി ആ എനർജി മുഴുവൻ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ആ മറ്റു കാര്യങ്ങളാണ് ശുദ്ധീകരണം, അല്ലെങ്കിൽ അടിച്ചു തളി, അല്ലെങ്കിൽ വൃത്തിയാക്കൽ. ഈ പരിപാടി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശരീരത്തെ കൂടുതൽ ആരോഗ്യമുള്ള ഒരു വസ്തുവാക്കി മാറ്റാൻ സഹായിക്കുന്നതാണ്. അതായത് നമ്മൾ വേണ്ടാത്ത വസ്തുക്കളെ പുറന്തള്ളുക, അകത്തേക്ക് ചെന്ന എല്ലാ വേണ്ടാത്ത വസ്തുക്കളെയും എത്ര കണ്ട് പുറന്തള്ളാൻ പറ്റുമോ അത്ര കണ്ട് നമുക്ക് ആരോഗ്യം കൂടുതലാവാനാണ് സാധ്യത. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കൊക്കെ തന്നെ നോക്കിയാൽ അറിയാം, നമ്മുടെ ഈ ചുണ്ടിൽ, മൂക്കിൽ, അതേപോലെ തന്നെ വിരലിൽ ഒക്കെ തന്നെ നമ്മളുടെ ആരോഗ്യം എത്ര കണ്ട് നശിച്ചു എന്നതിലുള്ള, അല്ലെങ്കിൽ എത്ര കണ്ട് അനാവശ്യമായ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ പുറന്തള്ളാനുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് കാണാം. ഇപ്പോൾ ചുണ്ടൊക്കെ തന്നെ കറുത്ത ആൾക്കാർ, ചുണ്ടും അതേപോലെ മോണൊക്കെ കറുത്ത ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ തന്നെ വേണ്ടാത്ത വസ്തുക്കൾ പുറന്തള്ളാൻ ആയിട്ട് അവിടെ കൊണ്ടുവന്നിച്ചിരിക്കുകയാണ്, പറ്റുകയാണെങ്കിൽ അവിടുന്ന് പുറന്തള്ളാൻ വേണ്ടി. അതേപോലെ തന്നെ നഖങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് കാണാം, നിങ്ങൾക്ക് എല്ലാ നഖത്തിലും ഒരു മൂൺ പോലെ അത് കാണാം. നേരെ മറിച്ച് വലുതാവുന്നതോടുകൂടി ഇല്ലാതെ ഇപ്പോൾ നമുക്കൊന്നും അത് തീരില്ല. നേരെ മറിച്ച് ചെറുപ്പത്തിലെല്ലാവർക്കും അതുണ്ടായിരിക്കും. മാത്രമല്ല ഇങ്ങനെ ഒരു വെളുത്തൊരു സാധനം ഇങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് പോകുന്നു. അതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ ശുദ്ധി നഷ്ടപ്പെടുന്നതിൻ്റെ തെളിവായിട്ടാണ്. ഇപ്പോൾ വിക്ടോറാസിൻ്റെ 21st സർവൈവൽ ഇൻ ടു 21st സെഞ്ച്വറി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും നമ്മളെ ശരീരം എത്ര കണ്ട് വേണ്ടാത്ത വസ്തുക്കൾ, അന്യവസ്തുക്കൾ നമ്മളെ ശരീരത്തിലേക്ക് അങ്ങോട്ട് പമ്പ് ചെയ്യപ്പെടുന്നോ അല്ലെങ്കിൽ ഭക്ഷണമായിട്ട് കൊടുക്കപ്പെടുന്നോ. ഉദാഹരണമായിട്ട് എല്ലാ രാസവസ്തുക്കളൊന്നും മനുഷ്യൻ്റെ ആഹാരമല്ല. അത് ഉപ്പാണെങ്കിലും ഇതൊന്നും തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ആഹാരമല്ല. അതൊക്കെ ഈ ആധുനിക വൈദ്യത്തിൻ്റെയും ആധുനിക ശാസ്ത്രത്തിൻ്റെയും ആണെങ്കിൽ പോലും ഈ ശാസ്ത്രമല്ല മനുഷ്യ ശരീരം ഉണ്ടാക്കിയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശാസ്ത്രത്തിന് മനുഷ്യ ശരീരം ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യവസ്ഥയെക്കുറിച്ചിട്ട് അവർ പറയുന്ന അവരുടെ നിഗമനത്തിൽ കുറേ ശരികളുണ്ടാവാം, പലതും ശരിയായിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ളതാണ് ഇപ്പോൾ ഈ പുറമെന്ന് രാസവസ്തുക്കൾ കൊടുക്കുക എന്നുള്ള പുതിയ മനുഷ്യൻ്റെ അതനുസരിച്ചാണ് നമ്മൾ ഉപ്പൊക്കെ ഉപ്പ് അത്യാവശ്യമാണ് എന്ന ഒരു തിയറി കൊണ്ടുവന്ന് ഇപ്പോൾ ഉപ്പ് അങ്ങനെ എല്ലാ ദിവസവും എല്ലാ വസ്തുവിലും ഉപ്പിടുക എന്നുള്ള പരിപാടി. അത് വേവിക്കുന്ന വസ്തുക്കളിൽ ഉപ്പ് വേണ്ടി വരും. കാരണം അത് വേവിക്കുക എന്നുള്ളത് സ്വാഭാവികമായും ഉള്ള ഒരു കാര്യമല്ല. വേവിക്കുന്ന വസ്തുക്കളിലെ പല ഉപ്പും, അല്ലെങ്കിൽ അതിന് സ്വാഭാവികമായി എല്ലാ ഭക്ഷണ വസ്തുക്കളിലും അതിൻ്റെതായ ഉപ്പുണ്ട്. ചക്കയിലുണ്ട്, മാങ്ങയിലുണ്ട്, തേങ്ങയിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. നേരെ മറിച്ച് അത് വേവിക്കുന്നതോടുകൂടി അത് വേഗം അത് വെള്ളത്തിൽ ലയിച്ച് പോകുന്നതുകൊണ്ട് പിന്നെ നമ്മൾ അഡീഷണലായിട്ട് ഉപ്പിടുന്നതാണ്. അതല്ലാതെ നമ്മൾ സാധാരണ നേരിട്ട് എന്തെങ്കിലും വസ്തു കടിക്കുന്ന ഒരു ജീവിയും ഉപ്പ് കടിക്കുന്നില്ല. ഇപ്പോൾ പുല്ല് തന്നെ പശുവിന് ഉപ്പ് കൊടുത്തിട്ടല്ല, ഉപ്പ് ഇട്ടല്ല കഴിക്കുക. അപ്പോൾ നേരെ മറിച്ച് അങ്ങനെ വേവിച്ചത് കഴിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് നമുക്ക് അഡീഷണലായി ഉപ്പ് ചേർക്കേണ്ടി വന്നത്. ആ ഉപ്പ് എന്ന് പറയുന്നത് രാസവസ്തുവാണ്. അത് പലപ്പോഴും പുറന്തള്ളാനാണ് ശരീരത്തിൻ്റെ അത്യാവശ്യമാണ്. ഈ ഉപ്പ് അങ്ങോട്ട് കുറഞ്ഞാൽ തന്നെ നമ്മളെ ബ്ലഡ് പ്രഷറൊക്കെ വളരെ പെട്ടെന്ന് കുറഞ്ഞു വരും. നിങ്ങൾ വെറും പഴങ്ങൾ മാത്രം കഴിച്ച് നോക്കിയാൽ ഉടൻ നിങ്ങളുടെ എത്ര പൾസ് റേറ്റുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറുള്ള ആളാണെങ്കിലും വളരെ പെട്ടെന്ന് നോർമലായി മാറുന്നത്. അത് ഇതിൽ മാത്രമല്ല. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്
പിന്നെ ഒരു നേരം മാത്രം ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന സൗകര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മളെ ആയുർവേദത്തിലും അല്ലെങ്കിൽ ഇന്ത്യൻ ട്രഡീഷനിൽ തന്നെ, ഇന്ത്യൻ സംസ്കാരത്തിൽ തന്നെ പറഞ്ഞിരുന്നത് ഏകഭുജേ യോഗി, ദ്വിഭുജേ ഭോഗി, ത്രിഭുജേ രോഗി എന്നാണ്. അതായത് ഒരു നേരം മാത്രം കഴിച്ചാൽ അയാൾ യോഗിയാണ്. യോഗി എന്ന് പറഞ്ഞാൽ യോഗ്യനാണെന്നാണ്. ആ യോഗ്യത എന്ന് പറയുന്നത് ഈ ആരോഗ്യവും മറ്റെല്ലാ രീതിയിലും മാനസികമായും ശാരീരികമായും യോഗ്യൻ എന്നാണ് എൻ്റെ. ആ യോഗ്യനാവുക. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാലത്തെങ്കിലും ആ യോഗിയാവാൻ ശ്രമിക്കുക. അത് ഈ നോമ്പ് കാലത്ത് വളരെ സൗകര്യമാണ്. ഒരു നേരത്തെ നന്നായിട്ട് ആഹാരം വേണ്ടത്ര കഴിക്കുക, ബാക്കിയുള്ള സമയത്ത് ആഹാരം ഒഴിവാക്കുകയും ചെയ്യുക. അതിന് വളരെ എളുപ്പമാണ്. കാരണം ഈ നോമ്പ് പറക്കണ നേരത്ത് നമ്മൾ ആഹാരം കഴിച്ചാൽ മതി. പിന്നെ ഈ അത്താഴം എന്ന് പറഞ്ഞിട്ടൊരു വേണ്ടാത്ത വൈകൃതമുണ്ട്, അതങ്ങോട്ട് ഒഴിവാക്കുക. ആ നേരത്ത് വേണമെങ്കിൽ ഒരു സുന്നത്താണെന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 24 മണിക്കൂറിൽ ആകെ ഒരു പ്രാവശ്യം മാത്രം ആഹാരം കഴിക്കുമ്പോൾ ഒരു 4-5 മണിക്കൂറേ അതിന് സജീവമായ ഡൈജഷന് വേണ്ടി വരുള്ളൂ. ബാക്കി സമയം പിന്നെ ഡൈജഷൻ്റെ പല പരിപാടികളും നിർത്തിവെക്കും. പിന്നെ അത് അസിമിലേറ്റ് ചെയ്യാന്നുള്ള പണി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ബാക്കിയുള്ള 10-20 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-18 മണിക്കൂറെങ്കിലും നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നല്ല റെസ്റ്റ് കിട്ടുന്നതുകൊണ്ട് ആ റെസ്റ്റ് കിട്ടുന്നതുകൊണ്ട് ആ പ്ലാന്റ് ഒന്നായിട്ട് അടച്ചിടുകയാണ്. അപ്പോൾ പ്ലാന്റ് തുറന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു വലിയ ഫാക്ടറി, അതിൽ ഒരു വർക്കും നടക്കണില്ല, എന്നാലും 2-3 ആൾക്കാരുള്ളെങ്കിൽ അതിലുള്ള എല്ലാ ലൈറ്റും ഇടണ്ടേ. അപ്പോൾ നേരെ മറിച്ച് അത് അടച്ചു വെക്കുകയാണെങ്കിൽ അതൊന്നായിട്ട് നമുക്ക് പൂട്ടി വെക്കാം. അതിന് എനർജി നഷ്ടപ്പെടുത്തുന്നുണ്ട്. നേരെ മറിച്ച് അത് ഒരു ചെറിയ കടലമുട്ടായി തിന്നുക, അല്ലെങ്കിൽ പിന്നെ ഒരു പഞ്ചാരവെള്ളം കുടിക്കുക, ഇങ്ങനെയുള്ള ആണെങ്കിൽ പോലും ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യണം. അപ്പോൾ എന്ത് വേണം? ഈ കഴിയുന്നത് ഒരു നേരത്തെ ആഹാരം. ഇനി ഏതല്ല നിങ്ങൾക്ക് തോന്നുകയാണ് അത് പോരാൻ തോന്നുകയാണെങ്കിൽ ആ ആഹാരം കഴിച്ച ഉടനെ കിടക്കാൻ നേരത്തെ ഒന്നും കൂടി കഴിച്ചിട്ട് കിടക്കുക. കിടക്കാൻ നേരത്ത് കഴിക്കണത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മളെ വയറ്റിൽ അത്യാവശ്യം ദഹനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങായിരിക്കും നല്ലത്. എന്നാലാണ് നിങ്ങൾക്ക് സുഷുപ്തി നല്ല ഉറക്കം കിട്ടുക എന്നർത്ഥം. അപ്പോഴാണ് നമ്മുടെ ബ്ലഡ് കോർപ്പസൽസ്, റെഡ് ബ്ലഡ് കോർപ്പസൽസ് ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ യാതൊരു ദഹനപ്രക്രിയക്ക് വേണ്ടി എനർജി ചിലവാക്കാത്ത നേരത്താണ് നമ്മുടെ ഉറങ്ങുന്നതെങ്കിൽ ആ നേരത്തുണ്ടാവുന്ന രക്തം, അതപ്പോൾ എനർജി മുഴുവൻ നമുക്ക് ഈ റെഡ് ബ്ലഡ് കോർപ്പസൽസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിന് ഏറ്റവും നല്ല ശക്തി കൂടുതലുള്ള ഇതുണ്ടായിക്കോളും എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉറങ്ങുന്ന സമയത്ത് പരമാവധി വയറ്റിൽ ദഹിപ്പിക്കാൻ വല്ലതും ബാക്കിയുള്ള സമയത്ത് ഉറങ്ങാതിരിക്കുക. ആഹാരം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് മാത്രം ഉറങ്ങുന്നതാണ് നല്ലത് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്ന അർത്ഥം. എന്തായാലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന വലിയ ഒരു സുഖം അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ പല അസുഖങ്ങളും വിഷമസന്ധികൾ എന്ന രീതിയിൽ ഉണ്ടാവാം. അതായത് പനി വരാം, ജലദോഷം വരാം, വയറിളക്കം വരാം, ഛർദി വരാം. ഇതെന്ത് വന്നാലും അത് നമ്മളെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ അതിൻ്റെ സ്വയം ആരോഗ്യ പുനഃസ്ഥാപനത്തിനായിട്ടുള്ള അതിൻ്റെ പരിപാടിയാണെന്നും അതുവഴി ഇപ്പോൾ ഈ പുതിയ രീതി വഴി നമ്മൾ കൺസർവ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ലാഭിച്ച ഊർജം ഉപയോഗിച്ചിട്ട് രണ്ടാമത് ശരീരം കൂടുതൽ നന്നാക്കാനായിട്ടാണ് അത് ചെയ്യണമെന്നുള്ളത് ഓർമ്മ ഉണ്ടാവുന്നത് നല്ലതാണ്. നേരെ മറിച്ച് അപ്പോൾ നമ്മൾ
ഈ രോഗത്തിനെ തോൽപ്പിക്കാനായിട്ട് അതിനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപകടമാണ്. നമ്മളെ ഈ പനി ആയിക്കോട്ടെ, ജലദോഷമായിക്കോട്ടെ, വയറിളക്കമായിക്കോട്ടെ, അതൊക്കെ പ്രകൃതിയുടെ യഥാർത്ഥ സത്യസന്ധമായ വാക്കുകളാണ്. അതിലൊരിക്കലും ഒരു നുണയില്ല. ഏതുപോലെ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും കൃത്യമായി ഒരു താളത്തിനനുസരിച്ച്, നിയമത്തിനനുസരിച്ച് നീങ്ങുകയാണ്. ഇപ്പോൾ സൂര്യപ്രകാശം, അല്ലെങ്കിൽ ഭൂമിയുടെ കറക്കം, ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ, ഇതിലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതേപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ സ്ഥൂല പ്രപഞ്ചമായിട്ട് എടുക്കുക, സൂക്ഷ്മ പ്രപഞ്ചം എടുക്കുക. ഏതെങ്കിലും ഒരു ആറ്റത്തിൽ അതിൽ ഇലക്ട്രോൺസ് കറങ്ങുന്നു, പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ അതിൻ്റെ നടുവിലുണ്ട്. അതിന് അവരുടേതായ സ്പിന്നിങ് ഉണ്ടെന്നാണ് പറയും. ഇതൊക്കെ നമുക്ക് വല്ല നിയന്ത്രണം ഉണ്ടാകാൻ പറ്റും. അതേപോലെ ഈ പ്രകൃതിയിൽ നമുക്ക് ഒരു വലിയ പരിധിയിലപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് മനസ്സിലാക്കി അങ്ങനെ പരമാവധി നമുക്ക് അതിനോട് സഹകരിക്കാം എന്നുള്ളതേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഈ അസുഖം ഉണ്ടായതെന്ന് മനസ്സിലാക്കി പരമാവധി എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് ഈ അസുഖം മാറുക എന്നാണ് നമ്മൾ നോക്കേണ്ട അർത്ഥം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെ ചെയ്ത് നമുക്ക് ഈ പ്രകൃതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനോ പ്രകൃതിയെ മാറ്റിമറിക്കാനോ ഒന്നും സാധ്യമല്ല എന്ന വിനയമാണ് യഥാർത്ഥത്തിൽ ആപേക്ഷിക സിദ്ധാന്തം കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ടത്. അതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ 21-ാം നൂറ്റാണ്ടോടുകൂടി ഉണ്ടാവുന്ന ഈ ആപേക്ഷികതാ സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് എങ്ങനെ ആരോഗ്യ പുനഃസ്ഥാപനം നടത്താം, എന്തൊക്കെ വേണ്ടാത്തത് ചെയ്തിട്ടാണ് നമുക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടത്, എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ നമ്മൾ ഏറ്റവും വേഗത്തിൽ ആരോഗ്യം നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നതാണ് യഥാർത്ഥത്തിൽ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വല്ല പനിയോ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ഉപവാസത്തിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ പിന്നെ നോമ്പിലേക്ക് കടന്നാൽ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കുറേ ഊർജം ലാഭിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വല്ല അസുഖം ഉണ്ടായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ പ്രമേഹ രോഗി, പ്രഷറിൻ്റെ രോഗി, BP, അല്ലെങ്കിൽ അതേപോലുള്ള എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ എന്തായാലും പനി വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ രോഗം മാറുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നിങ്ങൾ അൽഹംദുലില്ലാ എന്നാണ് പറയേണ്ടതെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പനി വരികയാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുക. പരമാവധി ഒരു ജോലിയും ചെയ്യാതിരിക്കുക, റെസ്റ്റ് എടുക്കുക. വെള്ളം പറ്റുമെങ്കിൽ ദാഹിക്കുകയാണെങ്കിൽ കുടിച്ചോളൂ, മറ്റൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പ്രമേഹവും പ്രഷറും മറ്റുള്ള എല്ലാ അസുഖങ്ങളും ഡോക്ടർമാർ പറഞ്ഞതല്ല ശരി എന്നും നിങ്ങളെ ഒരിക്കലും മാറില്ല, ഈ മരുന്ന് തന്നെ കഴിച്ചുകൊണ്ടിരുന്നോ അവസാനം വരെ എന്ന് പറഞ്ഞ മാറാരോഗങ്ങൾ മുഴുവൻ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് എൻ്റെ ഈ 1089 മുതൽ, അതായത് 90, 36 കൊല്ലത്തെ എൻ്റെ അനുഭവം കൊണ്ടാണ് ഈ പറയുന്നത്. ഈ കാലത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ ഒരിക്കലും ഒരു തെറ്റായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അതിന് പല കാരണങ്ങളെ കൊണ്ട് ചിലപ്പോഴൊക്കെ അത് പരാജയപ്പെടുന്നെങ്കിൽ പോലും അതിന് കാരണം ഈ പ്രകൃതിയോ അല്ലെങ്കിൽ പ്രകൃതി ഉണ്ടാക്കിയ പ്രകൃതിയുടെ നിയമങ്ങളോ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു സംശയമില്ലാതെ ഈ പ്രത്യേകിച്ച് ഒരു 40 വയസ്സായ ആൾക്കാർക്കൊക്കെ പലർക്കും പ്രമേഹം, പ്രഷർ, അല്ലെ ഒരിക്കലും മാറാത്ത ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കേണ്ട പല രോഗങ്ങളും പല
വ്രണങ്ങളെ, ചൊറി, കാണാക്കുണ, ഇങ്ങനെയുള്ള പല ഇതുണ്ടെങ്കിൽ പോലും ആ രോഗങ്ങളിൽ നിന്ന് മുക്തമാവാൻ നിങ്ങൾ ഈ ഒരു വർഷത്തെ നോമ്പ് റംസാൻ മാസം നിങ്ങൾ ഉപയോഗിക്കണമെന്നും അത് ശാസ്ത്രീയമായി ഉപയോഗിക്കുക. ശാസ്ത്രീയമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചാണ് എന്തായാലും ഈ ഭൂമിയിലെ മറ്റുള്ള എല്ലാ ജൈവതാളങ്ങളെയും പോലെ, ഇപ്പോൾ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, അതേപോലെ തന്നെ ഈ കാലാവസ്ഥ മാറ്റം, ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ താളങ്ങളാണ്. ആ പ്രകൃതിയുടെ താളങ്ങളെപ്പോലെ തന്നെ ഉള്ള ഒരു താളമാണ് നമ്മളെ ശരീരത്തിനകത്തുള്ളത്. അപ്പോൾ ഈ ശരീരത്തിനും നമുക്ക് ഒരിക്കലും ഒരു രോഗവും ജീവിതകാലം മുഴുവൻ നിലനിർത്തേണ്ടതില്ല. അതിൻ്റെ കാരണം ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ആ കാരണം ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും മുന്തിയ ഏറ്റവും നല്ല ഒരു കാലമാണ് ഈ റംസാൻ കാലം എന്നും ആ കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളെ ഭക്ഷണത്തെ ഒരു വിവേകപൂർവം മിതവും ഹിതവുമായ രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നേരം കഴിക്കുകയാണെങ്കിൽ എന്ത് കഴിച്ചാലും കുഴപ്പമില്ല. പിന്നെ അതിൽ നിന്ന് കൂടുതൽ നന്നാവണമെങ്കിൽ കഴിയുന്നതും ആ ഭക്ഷണത്തെ കൂടുതൽ ശാസ്ത്രീയമായിട്ടും വിവേകപൂർവവും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നത്. ഏറ്റവും കൂടുതൽ നല്ലത് പടച്ചോൻ അല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കി തന്ന പഴങ്ങളാണ്. അത് പരമാവധി കഴിക്കുക. മാത്രമല്ല കഴിയുന്നത്ര ഈ രാസവസ്തുക്കൾ, അതേപോലെ കോണ്ടിമെൻറ്റ്സ് ആൻഡ് സ്പൈസസ്, അതായത് ഈ കായങ്ങളും കീഴങ്ങളും ഈ എരിവ് പുളിയും ഇതൊക്കെ പരമാവധി കുറച്ച് നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള പോലെ ഒരു നേരം കഴിക്കുകയാണെങ്കിൽ എന്ത് കഴിച്ചാലും വിരോധമില്ല. എത്ര കണ്ട് നിങ്ങൾക്ക് രോഗം എത്ര കണ്ട് തീക്ഷ്ണമാണോ അത്ര കണ്ട് നിങ്ങൾക്ക് തന്നെ സ്വയം സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇങ്ങനെ നമ്മുടെ ഈ ഒരു മാസത്തെ ഈ ഒരു വർഷത്തെ നോമ്പ് എന്നത് പരമാവധി നിങ്ങളുടെ നിലവിലിരിക്കുന്ന രോഗത്തെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യാനും പറിച്ച് വലിച്ചെറിയാനും അതേപോലെ തന്നെ കൂടുതൽ ആരോഗ്യത്തിലേക്ക് ഒരു മരുന്നും ഒരു ഔഷധവും ഒരു ചികിത്സയും ഒരു ചെലവും ഇല്ലാതെ ദൈവം തന്ന അല്ലെങ്കിൽ പ്രകൃതി തന്ന ആ ആരോഗ്യത്തോടു കൂടി പരമാവധി ഇനി മുതൽ അസുഖം വരാതിരിക്കാൻ എന്നുള്ള ആത്മവിശ്വാസം കൂടി നേടാൻ, അങ്ങനെ രോഗം വന്നാൽ തന്നെ ആ രോഗത്തിന് എങ്ങനെ നമ്മളെ ശരീരം മാറ്റും എന്നത് ഗവേഷണവും പരീക്ഷണവും നടത്താനുള്ള ആത്മവിശ്വാസം നേടാൻ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ വല്ലവർക്കും വല്ല സംശയവും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് നല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ 8547-231-269 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എനിക്ക് പറ്റുന്ന സമയത്ത് ആണെങ്കിൽ ഞാൻ നിങ്ങളെ അറ്റൻഡ് ചെയ്തോളാം. എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ. നിങ്ങളെ ഈ വർഷത്തെ റംസാൻ മാസം ആ നോമ്പ് കൂടുതൽ ശാസ്ത്രീയമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങൾ പതിവായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ കൂടുതൽ സാധ്യത ഉണ്ടെന്നും അത് നിങ്ങൾ ശരിക്കും അനുഷ്ഠിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലത്തിൽ പിന്നെ ഒരിക്കലും മരുന്ന് കഴിച്ചിട്ട് ജീവൻ നിലനിർത്തേണ്ട ആ ഗതികേട്, അതൊക്കെ യഥാർത്ഥത്തിൽ വെള്ളക്കാരൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പണ്ട് അവൻ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് നമ്മളെ തെങ്ങിനും കഴുങ്ങിനും പ്ലാവിന് വരെ നികുതി അടപ്പിച്ചിരുന്നു. അതിന് പകരം
ഇപ്പോൾ നമുക്ക് ജീവിക്കണമെങ്കിൽ നികുതി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് അങ്ങനെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാൻ പോലും ഈ ഒരു മാസത്തെ, ഈ റംസാൻ മാസത്തെ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് വിനീതമായി പറയുന്നു. അങ്ങനെ ഈ ബഹുരാഷ്ട്ര കുത്തകളുടെയും ഈ മോഡേൺ മെഡിസിൻ്റെയും അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെയും പൊള്ളത്തരം സ്വയം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഒരു വിലയേറിയ ടൈമാണ്, അവസരമാണ് ഇത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.